ഓക്കെ സാറ് സ്റ്റാർട്ട് ചെയ്താലേ തുടങ്ങാം. ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ പൊതു രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ഒരുപക്ഷെ ഇന്ന് ഭരണ തലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിയമ സംഹിതയായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. പക്ഷെ പലപ്പോഴും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പോലും പലപ്പോഴും നമുക്ക് ഡേറ്റ കിട്ടാത്ത ഒരു തലവും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പൊതുജനത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രയോജനകരമായിട്ട് രേഖകളും ഉത്തരവുകളും ഒക്കെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ട് നമുക്ക് ഈ നിയമത്തെ കാണാം. ഈ നിയമത്തെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ചും ഏതൊക്കെ രീതിയിലാണ് അതിനെ നമ്മൾ സമീപിക്കേണ്ടതെന്നെല്ലാം നമ്മളോട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് സുനിൽകുമാർ സാറാണ്. സാറ് ജയിൽ വെൽഫെയർ ഓഫീസറായിരുന്നു. അതുപോലെ തന്നെ പ്രിസൺ റൂൾസിൻ്റെ ഒക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ട്രെയിനറാണ്. കോട്ടയം ബാറിൽ അഡ്വക്കേറ്റായിട്ടും വർക്ക് ചെയ്തു. കോട്ടയം സ്വദേശിയാണ്. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സുനിൽകുമാർ സാറിനെയും. സുനിൽകുമാർ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഔദ്യോഗിക തലത്തിൽ ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും ഭരണഘടനാപരമായി നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഈ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും കൂടുതൽ വ്യക്തതയോടുകൂടി സർക്കാർ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം. അപ്പം സ്വീഡനിലാണ് ആദ്യമായി വിവരാവകാശ നിയമം ലോകത്ത് നടപ്പിലാക്കുന്നത്. അത് കഴിഞ്ഞ് 55ഓളം രാജ്യങ്ങളിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഭാരതമാണ്, ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത നൈബറിംഗ് സ്റ്റേറ്റായ തമിഴ്നാടാണ്. കൂടാതെ മറ്റ് സ്റ്റേറ്റുകളും അതോടനുബന്ധിച്ച് നടപ്പിലാക്കി. അതിന് രാജസ്ഥാനായിരുന്നു ആദ്യമായി ഒരു ഉത്തരവ് ഇതിന്റെ പേരിൽ പുറപ്പെടുവിക്കുന്നത്. അപ്പം പൊതുവെ നമുക്ക് ഈ 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവകാശമാണ്, അതായത് ഏതൊരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന ഒരു അവകാശമായിട്ടാണ് വിവരാവകാശത്തെ നമ്മൾ കണക്കാക്കുന്നത്. വിവരാവകാശം ഒരു വെറും വെള്ള പേപ്പറിൽ നമ്മൾ യാതൊരു ഫോർമാലിറ്റിയും കീപ്പ് ചെയ്യാതെ എഴുതി കൊടുത്ത് നമുക്ക് ആ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, ഒരു സർക്കാർ ഫയൽ എങ്ങനെ ഒരു സാധാരണ പൗരന് ആക്സസ് ചെയ്യാൻ പറ്റും? അതിനൊരു ഉദാഹരണമാണ് ഈ വിവരാവകാശം. ഇതിനു മുമ്പ് 2002 ഒരു ഇൻഫർമേഷൻ നിയമം ഉണ്ടായിരുന്നെങ്കിലും അത് നടപ്പാക്കാതെ പോയി. അതിനെ തുടർന്നാണ് ഈ 2005 ജൂൺ 15-ാം തീയതി ഈ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. ഇതൊരു കേന്ദ്ര നിയമമാണ്. അപ്പൊ ഇതനുസരിച്ച് അധികാര നിർവഹണത്തിൽ സുതാര്യതയും കാലതാമസം, അഴിമതി, സ്വജനപക്ഷപാതം ഇല്ലാതാക്കി കാര്യക്ഷമവും സംശുദ്ധവുമായ ഒരു ഭരണക്രമമാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പം ഈ വിവരാവകാശം കുറിച്ച് പറയുമ്പോൾ എന്താണ് വിവരം എന്ന് നമ്മൾ നോക്കിയാൽ, ഒരു പൊതു അധികാര സ്ഥാപനത്തിന്റെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള രേഖകൾ, പ്രമാണങ്ങൾ, കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, പേപ്പറുകൾ, ഇമെയിലുകൾ, അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, പത്രക്കുറിപ്പുകൾ, പേപ്പറുകൾ, സാമ്പിളുകൾ,
മാതൃകകൾ തുടങ്ങി പിന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഓഫീസിൽ നടക്കുന്ന എല്ലാ വസ്തുതകളും വിവരങ്ങളും എന്ന ഈ വിഭാഗത്തിൽപ്പെടുന്നു. അപ്പോൾ ചില പരിമിതമായ തോതിൽ സർക്കാർ ആനുകൂല്യം പറ്റുന്ന ഈ ഗ്രാന്റ് പറ്റുന്ന സ്ഥാപനങ്ങളെയും വിവരാവകാശത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ ആനുകൂല്യം പറ്റുന്ന ചില സ്ഥാപനങ്ങൾ ഇതിന്റെ പരിധിയിൽ വരാം. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ നടപടിക്രമത്തിന്റെ ഭാഗമായി നമ്മൾ നോക്കുമ്പോൾ വെറും 10 രൂപയുടെ ചെലവ് മാത്രമേ ഒരാൾക്ക് വരുന്നുള്ളൂ. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ്, പിന്നെ അല്ലെങ്കിൽ 10 രൂപയുടെ മണി ഓർഡറോ DD ഇതുവഴിയെല്ലാം അപേക്ഷ നൽകാവുന്നതാണ്. അപ്പം BPL ആണെങ്കിൽ അപേക്ഷാ ഫീസ് ചാർജ് ചെയ്യുന്നതല്ല. ബിലോ പോവർട്ടി ലൈൻ അവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടതാണ്. അത് മണി ഓർഡറോ പോസ്റ്റൽ ഓർഡറോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി നമുക്ക് നൽകാവുന്നതാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു അപേക്ഷ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വിവരാവകാശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് വിചാരിക്കുക. അപ്പൊ അതിൽ ആദ്യം നമ്മൾ മുകളിൽ കൊടുക്കേണ്ടത് വിവരാവകാശ നിയമം 2005 പ്രകാരമുള്ള അപേക്ഷ എന്ന് കൊടുക്കുക. വലതുവശത്ത് കോർണറിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കണം. ഇടതുവശത്ത് നമ്മളിപ്പം 2024 ഒരു അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് 1/2024 ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി GPS എന്ന ഷോർട്ട് ഫോം കൊടുത്ത് അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ GPS ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കോട്ടയം അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രം കൊല്ലം അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഒരു റെഫറൻസ് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. അതായത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് സ്വീകർത്താവ്. ഇപ്പൊ നമ്മൾ പഞ്ചായത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ സെക്രട്ടറി മുനിസിപ്പാലിറ്റി, ആ ഒരു അഡ്രസ്സ് സ്വീകർത്താവ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഏത് കാര്യത്തിനാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച. അപ്പൊ അത് വിവരാവകാശ നിയമം അനുസരിച്ചുള്ള അപേക്ഷ എന്ന് എഴുതുക. സൂചന, ഈ സൂചന എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന വിവരങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്താണ്. അതായത് ഈ പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ തൊഴിൽ രഹിതരുടെ വിശദ വിവരമാണ് നമ്മൾ ഈ അപേക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കുന്നത് ഈ പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എത്ര തൊഴിൽ രഹിതരുണ്ട്. അപ്പൊ രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് ഇവരുടെ ജാതി, വയസ്സ്, നിലവിലുള്ള വിവരം, അങ്ങനെ ഒരു ചോദ്യം. പിന്നെ മൂന്നാമത് നമുക്ക് എംപ്ലോയ്മെന്റിനായി വിദേശത്ത് ജോലിക്ക് പോയ ആളുകളുടെ വിവരം ഉണ്ടെങ്കിൽ അവ. പിന്നെ ഇവരുടെ ജാതി അല്ലെങ്കിൽ സെക്സ്, അത് അങ്ങനെ കമ്മ്യൂണിറ്റി തിരിച്ചുള്ള ഒരു കണക്ക് ചോദിക്കാം. പിന്നെ ഈ പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ വിവരം ചോദിക്കാം. എന്നിട്ട് നമ്മൾ ഇടതുവശത്തെ കോർണറിൽ തീയതി, സ്ഥലം എന്ന് രേഖപ്പെടുത്താം. വലതുവശത്ത് നമ്മൾ ഒപ്പും പേരും രേഖപ്പെടുത്തണം. അപ്പൊ നമ്മുടെ ഈ അപേക്ഷ പൂർണ്ണമായി. ഈ അപേക്ഷ നമുക്ക് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് നമുക്ക് അഡ്രസ് ചെയ്ത ആളിന് നമ്മൾ അയക്കുന്നതോടൊപ്പം നമ്മുടെ അപേക്ഷ അവിടെ എത്തുന്നു. ഇനി അത് നമുക്ക് കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി നമുക്കത് പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് അയക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ നേരിട്ട് ഓഫീസിൽ ഹാജരാക്കുകയാണെങ്കിൽ ഒരു അക്നോളജ്മെന്റ് മേടിച്ചു വയ്ക്കുക. അതായത് ഈ അപേക്ഷ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്, അവര് ഡേറ്റും തീയതിയും വെച്ച് തരും. അപ്പൊ അത് ഇതിന് മാത്രമല്ല, ഇപ്പൊ സർക്കാർ സർവീസിനെല്ലാം തന്നെ സേവനാവകാശം നിലവിലുള്ളത് കൊണ്ട് രസീത് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടുന്ന് അതിന്റെ കൈപ്പറ്റ് രസീത് കിട്ടും. അപ്പൊ ഈ വിവരാവകാശ നിയമം അനുസരിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന അപേക്ഷ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് പോർട്ടൽ തുറന്നിട്ടുണ്ട്. ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
കേരള സ്റ്റേറ്റിലും ഓൺലൈൻ വെബ് പോർട്ടല് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെ ഇപ്പം വിദേശത്ത് കഴിയുന്ന ഒരാളിനെ സംബന്ധിച്ചും മലയാളി അല്ലെങ്കിൽ നമ്മുടെ പൗരനാണെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഏത് ഭാഷ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് അംഗീകൃത ഭാഷകൾ, ഇപ്പം ഒരു മലയാളിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഈ 3 ഭാഷയിലും നമുക്ക് അപേക്ഷ അയച്ചു കൊടുക്കുന്നതിന് വിരോധമില്ല. പിന്നെ ട്രാൻസ്ലേഷൻ ഒന്നും അവർ ചെയ്യുന്നതല്ല, നമ്മൾ അപേക്ഷ അവിടെ കിട്ടുക. പിന്നെ കഴിയുന്നത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷ നമ്മൾ ഒപ്പിട്ട് തന്നെ കൊടുക്കണം. അപ്പം ഒപ്പിടാത്ത അപേക്ഷയോ മതിയായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അടയ്ക്കാതെ കൊടുക്കുന്ന അപേക്ഷയാണെങ്കിൽ അവരത് സ്വീകരിക്കാതെ, നടപടി എടുക്കാതെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ റിജക്ട് ചെയ്ത് തിരിച്ചയക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വിവരാവകാശത്തിലെ ചില നിർവചനങ്ങളാണ്. അപ്പൊ അതില് ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി എന്ന് പറയും. 1-ാം കക്ഷി, 2-ാം കക്ഷി, 3-ാം കക്ഷി. അപ്പൊ ഇതിൽ 1-ാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകനാണ്. 2-ാം കക്ഷി എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് SPIO എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. 3-ാം കക്ഷി എന്ന് പറയുന്നത് പൊതു അധികാരിയും അപേക്ഷകനല്ലാത്ത വ്യക്തിയും ആയിരിക്കാം. അപ്പൊ ഈ നിയമം വന്നതിന് ശേഷം ഈ പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങൾ. അപ്പൊ അവർ 120 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരം, ആ സ്ഥാപനത്തിലെ ഉദ്ദേശം, ലക്ഷ്യം, ഇവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വിശദ വിവരം, അവരുടെ ശമ്പളം, മറ്റ് കാര്യങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഡയറക്ടറി, അവരുടെ അഡ്രസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്. അപ്പം ഇങ്ങനെ വിശദമായ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം, അങ്ങനെയുള്ള ഒരു മൊത്തം കാര്യങ്ങൾ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. പല സ്ഥാപനങ്ങളിലും അത് അത്രയും ക്ലിയറായിട്ട് ചെയ്തതായിട്ട് അറിവില്ല. എന്നാലും ഈ നിയമം അനുസരിച്ച് അത് ചെയ്യണമെന്ന് നിർബന്ധമാണ്. മാത്രമല്ല, ഈ വിവരാവകാശ നിയമപ്രകാരം ആ സ്ഥാപനത്തിന്റെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അപ്പീൽ അധികാരി, ഇവ സംബന്ധിച്ച് ഒരു ബോർഡ് പബ്ലിക്കിന് കാണത്തക്ക രീതിയിൽ ഓഫീസിന് പുറത്ത് സ്ഥാപിക്കണമെന്നുള്ളതാണ്. ഏകദേശം ഒരു നല്ലൊരു ശതമാനം ഓഫീസുകളിലും അത് ഉണ്ട്. ചിലയിടത്തെങ്കിലും നമ്മൾ ചിലപ്പം കാണാതെ വരുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നിയമം അനുശാസിക്കുന്നതാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത്, നമ്മൾ ഒരു ഓഫീസിൽ ഈ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപേക്ഷ കൊടുക്കുന്നതിന് പ്രത്യേക ഫോം നിശ്ചയിച്ചിട്ടില്ല. അത് തുടങ്ങുന്ന കാലത്ത് ഇതിന് ഒരു നിശ്ചിത ഫോം ഉണ്ടായിരുന്നു. പക്ഷെ അപേക്ഷകര് ആ ഫോമില് കൃത്യത പാലിച്ചില്ലെന്ന് പറഞ്ഞ് പല ഉദ്യോഗസ്ഥരും അത് നിരസിക്കുന്ന പ്രവണത വന്നതുകൊണ്ട് ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു പ്രത്യേക ഫോമൊന്നും ഒരിടത്തും ഇല്ല. അപ്പൊ അപേക്ഷകന് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നൽകണം. അപ്പൊ നമ്മുടെ അപേക്ഷയിൽ പേര്, ഒപ്പ്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും നമ്മൾ കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രഷറി ചെല്ലാൻ 10 രൂപയുടെ സ്റ്റാമ്പ്, ഡിമാൻഡ് ഡ്രാഫ്റ്റോ, ബാങ്കേഴ്സ് ചെക്കോ, അങ്ങനെ ഇന്ത്യൻ പോസ്റ്റ് ഓർഡർ എന്നിവ വഴിയും നമുക്ക് ഇതിനുള്ള ഫീസ് അടയ്ക്കാം. അപേക്ഷയിൽ യഥാർത്ഥ ഫീസ് നമ്മൾ പറഞ്ഞതുപോലെ നൽകിയിരിക്കണം. പിന്നെ അപേക്ഷ സ്വീകരിച്ചാൽ ഈ നമ്മൾ പറയുന്ന പബ്ലിക് അതോറിറ്റിയുടെ കൈവശമുള്ള വിവരങ്ങളാണെങ്കിൽ അവര് 30 ദിവസത്തിനകം നമുക്ക് തരണമെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അവരുടെ കയ്യിലില്ല, അവർ വേറൊരു ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഈ അപേക്ഷ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ഈ അപേക്ഷകന് നിങ്ങളുടെ അപേക്ഷ ഇന്ന ഓഫീസിലേക്ക്, നിങ്ങളുടെ മറ്റൊരു ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിവരം അവിടെ നിന്ന് അറിയിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നൽകാവുന്നതാണ്. പിന്നെ വേറെ എന്നുള്ളത്, അപേക്ഷ ഈ ജീവനും സ്വത്തിനും സംരക്ഷണം സംബന്ധിച്ചുള്ളതാണെങ്കിൽ അവ 48 മണിക്കൂറിനുള്ളിൽ അപേക്ഷകനെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്.
അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. അപ്പം അയാളെ കുറിച്ച് നമുക്ക് സാധാരണഗതിയിൽ പറഞ്ഞാൽ ഹാബിയസ് കോർപ്പസ് വല്ലതും പോയാലേ നമുക്ക് അതിനെ കുറിച്ചുള്ള അറസ്റ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും. അപ്പം നമുക്ക് പെട്ടെന്ന് വിവരം ലഭ്യമാക്കണമെങ്കിൽ വെറും 10 രൂപയുടെ ഈ അപേക്ഷയിൽ SHOക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇയാളുടെ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നമുക്ക് തരുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരാൾ ജയിൽ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നതിന് നമ്മളിത് ഈ അപേക്ഷ ഹേബിയസ് കോർപ്പസ് വഴി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അതിനുള്ള വിവരം നമുക്ക് കിട്ടും. അപ്പം വളരെയധികം നല്ലതും പുരോഗമനാത്മകമായ ഒരു നിയമമാണ് ഈ വിവരാവകാശം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ 30 ദിവസം എന്ന് നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കുന്നത് അത് മാക്സിമം 30 ദിവസമാണ്. അതിനുള്ളിൽ മറുപടി കൊടുക്കണമെന്നുള്ളതാണ്. അതിലെ പബ്ലിക് ഹോളിഡേ എന്നുള്ള എല്ലാം ഉൾപ്പെടെയാണ് ഈ 30 ദിവസം എന്ന് പറയുന്നത്. അപ്പം പലരും അപേക്ഷ കിട്ടുമ്പോഴേ അവധി ദിവസം കുറയ്ക്കും. അവധി ദിവസം കുറയ്ക്കേണ്ട കാര്യമില്ല. അവധി ദിവസം ഉൾപ്പെടെയാണ് നമ്മൾ 30 ദിവസം. ഈ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷകന് മറുപടി കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഇത്. അത് ലേറ്റാക്കിയാൽ അതിനെതിരെ അയാൾക്ക് ഫസ്റ്റ് അപ്പീല് ഹയർ അതോറിറ്റിക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ നമുക്കിപ്പം ഒരു ഓഫീസിലെ ചില വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണമെന്നുണ്ട്. നമ്മൾക്ക് ഓഫീസിൽ നിന്ന് നമുക്ക് മറുപടി തരും, നിങ്ങൾ ഇത് വലിയ രജിസ്റ്ററാണ്, അത് പരിശോധിക്കാൻ എടുക്കുന്നതിന് സമയമെടുക്കും, നിങ്ങൾക്ക് ഓഫീസ് സമയത്ത് വന്ന് ഞങ്ങളുടെ ഓഫീസിൽ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓഫീസിൽ പോകാം. അപ്പോൾ അതിന് ഒരു മണിക്കൂറിന് ഓരോ മണിക്കൂറും ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഫീസ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓഫീസിലിരുന്ന് രേഖകൾ പരിശോധിക്കാം. പിന്നെ ഈ ഡോക്യുമെന്റിന്റെ കോപ്പി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് അവിടുന്ന് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി നമുക്ക് ലഭിക്കും. അതിന് A4 സൈസിന് 3 രൂപ ഒരു പേജിനും, പിന്നെ ഇലക്ട്രോണിക് രൂപത്തിലാണെങ്കിൽ 75 രൂപ അടയ്ക്കേണ്ടി വരും. അതുപോലെ BPL ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇൻഫർമേഷൻ സൗജന്യമായി നൽകാവുന്നതാണ്. അതായത് 20 പേജ് വരെ സൗജന്യമായി അയാൾക്ക് ലഭിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരു ഓഫീസിലെ പരിശോധന നടത്തുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിന് വരെ നമുക്ക് സൗജന്യവും അതിനുശേഷം 1 മണിക്കൂർ ഓരോ മണിക്കൂറും 10 രൂപ നിരക്കിൽ ചാർജ് ചെയ്യാവുന്നതാണ്. ഈ വിവരാവകാശ നിയമത്തിലെ ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അവ നമ്മുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അതിർത്തിയിൽ എത്ര മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിർത്തിയിൽ എത്ര പട്ടാളക്കാര് പെട്രോളിംഗ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എത്ര ബങ്കറുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ ഒരു സിറ്റിസൺ ആയ പോലും അത് സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, വ്യാപാര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, ആ വ്യാപാര ബന്ധം സംബന്ധിച്ചുള്ള എന്തെങ്കിലും കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമായി സൂക്ഷിക്കാവുന്ന വിവരമാണെങ്കിൽ അത് നമുക്ക് വിവരാവകാശം വഴി ലഭിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും കേസുകൾ സംബന്ധിച്ച് തീർപ്പാക്കാത്ത കേസുകളിൽ, ഇപ്പൊ പെൻഡിങ് കേസുകളിൽ സാക്ഷികളുടെ വിശദ വിവരം ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിൽ ആരെയൊക്കെ ഇനി സാക്ഷികളാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഭ്യമാക്കണമെന്നില്ല. എന്നാൽ ഒരു ജഡ്ജ്മെന്റ് ആയാൽ അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ കോപ്പി നമുക്ക് കോടതിയിൽ നിന്നും ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നിയമസഭ അല്ലെങ്കിൽ രാജ്യസഭ, പാർലമെന്റ് അവരുടെയൊക്കെ അവരുടെ നടപടിക്രമത്തില് ഏതെങ്കിലും ക്യാബിനറ്റ് നോട്ടോ അങ്ങനെ എന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം ആയതിനു ശേഷം മാത്രം അതിന്റെ ഒരു
റിസൾട്ട് നമുക്ക് അറിയിക്കാൻ ബാധ്യതയുള്ളൂ. അതുപോലെ തന്നെ അവിടെ നിലവിൽ പെൻഡിങ് ആയിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇത് അലക്ഷ്യം, അത് സ്പീക്കർക്ക് അല്ലെങ്കിൽ അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്രിവിലേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കോടതികളിൽ ഈ കണ്ടംപ്റ്റ് ആവാനുള്ള സാഹചര്യമുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പൊ ക്രിമിനൽ കേസിലെ അറസ്റ്റ്, കുറ്റവാളിയുടെ അറസ്റ്റ്, പ്രോസിക്യൂഷൻ നടപടി എന്നിവ നടപ്പാക്കുന്നത് എങ്ങനെ, ഇതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വകാര്യത സംബന്ധിച്ചുള്ള, ഇപ്പൊ ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഫിഡ്യൂഷ്യറി ആയിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ഈ ആക്ട് പ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ല. എന്താണ് പബ്ലിക് അതോറിറ്റി എന്ന് ചോദിച്ചാൽ, ഭരണഘടനാ പ്രകാരം പാർലമെന്റും നിയമപ്രകാരം പ്രത്യേക വിജ്ഞാപനം വഴിയുള്ള അതോറിറ്റികളെ ഈ വിവരം ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സെൻട്രൽ ഇന്റലിജൻസ്, IB, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച് തുടങ്ങിയ ഈ പബ്ലിക് അതോറിറ്റികളെ ഭരണഘടനാപരമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അപ്പീൽ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, ഫസ്റ്റ് അപ്പീൽ ഹയർ അതോറിറ്റിക്ക് 30 ദിവസത്തിനകം നൽകാവുന്നതാണ്. അവിടുന്ന് നമുക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല എങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി ഫസ്റ്റ് അപ്പലേറ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് അപ്പീല് കമ്മീഷനാണ് പോകുന്നത്. കമ്മീഷൻ പരാതി സ്വീകരിക്കുന്നതാണ്. കമ്മീഷന്റെ തീരുമാനം പിന്നെ നമുക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ ചില ഇൻഫർമേഷൻസ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാതിരിക്കാം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ. അപ്പൊ ഈ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ അപേക്ഷകന് എന്തെങ്കിലും വ്യക്തി താല്പര്യം അയാളുടെ കാര്യത്തിൽ ഉള്ള ആണെങ്കിൽ പോലും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ആ തേർഡ് പാർട്ടിയുടെ കൺസെന്റോട് കൂടി ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഒരാൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ആ ഓഫീസില് ആ സ്റ്റാഫിന് ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്താൽ അയാള് കൊടുക്കുന്ന ടാക്സിന്റെ വിവരം അല്ലെങ്കിൽ അയാള് ശമ്പളത്തിലെ റിക്കവറി ഏതൊക്കെ ഇനത്തിൽ പെടുന്നു എന്നുള്ളത് തരാൻ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ബാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മറുപടി നമുക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഈ കമ്മീഷനെ ശിക്ഷിക്കുന്നതിന് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ ഡിലേ വരുത്തി കഴിഞ്ഞാൽ, ഇപ്പൊ 30 ദിവസം എന്ന് പറഞ്ഞാൽ അതിനുശേഷം മറുപടി ഡിലേ വരുത്തുന്ന ഓരോ ദിവസത്തിനും 250 രൂപ ഒരു ദിവസം എന്ന് വെച്ച് മാക്സിമം 25,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നതിന്, ഒരു ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കുന്നതിന് കമ്മീഷനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നഷ്ടപരിഹാരത്തിന്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു വിവരം കിട്ടി ഒരു തീരുമാനം എടുക്കേണ്ട കാര്യത്തിന് നമുക്ക് യഥാസമയം വിവരം കിട്ടാതെ പോയതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും ഈടാക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ഈ കേന്ദ്ര നിയമത്തിലെ ഈ അപേക്ഷയിൽ ഇത്ര വാക്കുകൾ എന്ന് പരിമിതി പറഞ്ഞിട്ടുണ്ട്. അതായത് 500 വാക്കുകളിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലെ വിവരാവകാശ നിയമം ഇതുവരെ കേരളത്തിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുള്ള അങ്ങനെ ഒരു ഡയറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ അംഗങ്ങളുടെ കാലാവധി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അംഗങ്ങളുടെ കാലാവധി 2005-ലെ 5 വർഷമായി നിജപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 3 വർഷമായി 2019 അമെന്റ്മെന്റ് വഴി കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ കൂടാതെ 10-ൽ കുറയാത്ത അംഗങ്ങളും അടങ്ങിയതാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. അവരുടെ കാലാവധി 5 വർഷം, അല്ല നേരത്തെ 5 വർഷമായിരുന്നെങ്കിൽ ഇപ്പൊ 3 വർഷമോ 65 വയസ്സോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ അപേക്ഷ കൊടുക്കുന്നതിന് പ്രായപരിധിയില്ല. അപ്പൊ ഒരു കൊച്ചുകുട്ടിക്കും ഒരു കാര്യം മനസ്സിൽ തോന്നിയല്ല അപേക്ഷ കൊടുക്കാം. ഉദാഹരണത്തിന് UP മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവ്, അയാൾക്ക് അവിടെ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി തന്റെ പറമ്പിലടുത്ത് വേസ്റ്റ് ഇടുന്നത് സംബന്ധിച്ചുള്ള ഒരു പരാതി അദ്ദേഹത്തിന് ടെലിഫോൺ വഴി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വിവരാവകാശമായി പരിഗണിച്ചു.
അപ്പൊ അത്രയും വിപുലമായിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം. അപ്പൊ എന്തൊക്കെ വിവരം നിരസിക്കാന്ന് പറഞ്ഞാല് ചില വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന് കമ്മീഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചട്ടപ്രകാരം ബോധ്യപ്പെടുകയാണെങ്കിൽ ആ വിവരം നൽകേണ്ടതില്ല. അത് താഴെ പറയുന്ന കാര്യങ്ങൾ നിരസിക്കുമ്പോൾ വ്യക്തമാക്കി കൊടുക്കുക. ഒന്ന്, അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി നമ്മൾ ഈ അപേക്ഷകനെ അറിയിച്ചിരിക്കണം. അപ്പീൽ അധികാരിയുടെ മേൽവിലാസം വ്യക്തമായി അറിയിച്ചിരിക്കണം. 8(2) പ്രകാരം ഒഴിവാക്കേണ്ട വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന വിധം അനുകൂലമായി പൊതു താല്പര്യം ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താം. 7(a) പ്രകാരം ഏത് രീതിയിൽ ആവശ്യപ്പെട്ടാലും വിവരങ്ങൾ നൽകണമെന്നുണ്ട്. ഓഫീസിന്റെ മറ്റു പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താതെ ഓഫീസിൽ നിന്നും വിവരം നേരിട്ടും മേടിക്കാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഈ വിവരാവകാശത്തിന്റെ കമ്മിറ്റി അംഗങ്ങളുടെ യോഗ്യതയെ സംബന്ധിച്ചാണ്. അതായത് ഒരു പാർലമെന്റ് അംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാരവാഹിയോ ആ സമയത്തായിരിക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അവരുടെ കാലാവധിക്കുള്ളിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരെ കമ്മീഷനിലെ അംഗങ്ങളാക്കില്ല. അവരുടെ റിട്ടയർമെന്റിന് ശേഷം മാത്രമേ അവരെ പരിഗണിക്കാനാവൂ. അപ്പൊ ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പ്രധാനമന്ത്രി കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണെങ്കിൽ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു മന്ത്രി പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രി ഉൾപ്പെടുന്ന ഒരു സമിതി ആയിരിക്കും. സംസ്ഥാനത്താണെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും ഉൾപ്പെട്ട ഒരു സമിതി ആയിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ ഈ കമ്മിറ്റി അംഗങ്ങൾ അയോഗ്യത എന്ന് പറഞ്ഞാൽ അവരെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പാപ്പറായി പ്രഖ്യാപിക്കുക, ഏതെങ്കിലും ഗുരുതരമായ ക്രിമിനൽ കേസുകൾ പെടുക. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റ് അധികാരപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന കേന്ദ്ര നിയമപ്രകാരമുള്ള അയോഗ്യതകൾ ഇവർക്കും ബാധകമായിരിക്കും. അപ്പോൾ ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ പോലും അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഭരണഘടനയിൽ നിന്നും ഉണ്ടായതല്ല. അതൊരു പ്രത്യേക നിയമം വഴി പിന്നീട് പാസ്സാക്കി ഇരുന്നതാണ്. അതാണ് മറ്റ് കമ്മീഷനുകളിൽ നിന്നും വ്യത്യാസമാണ്. അത് ഭരണഘടന ക്രിയേറ്റ് ചെയ്ത ഒരു സംവിധാനമല്ല ഈ വിവരാവകാശം എന്ന് പറഞ്ഞാൽ. ഈ വിവരാവകാശം പല ന്യൂനതകളും നമുക്ക് പറയാവുന്നതാണ്. ഒന്ന്, ഇത് പലരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്യുന്നതായിട്ട് പല വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ കൂടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അയാളുമായിട്ട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ ഈ നിരന്തരം ഇങ്ങനെ വിവരാവകാശം ചോദിക്കുന്ന പ്രവണത ചില ആൾക്കാരിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊതുജനത്തിന് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഇത് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് ഇപ്പോഴും എല്ലാവർക്കും നല്ലൊരു ധാരണ ഉള്ളതായിട്ട് അറിവില്ല. അപ്പൊ അത്തരത്തിലുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരളം പോലുള്ള സംസ്ഥാനത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം സാക്ഷരത കുറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഓഫീസുകളിൽ പലതും നിത്യ ചെലവുകളിന് പോലും നിത്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സ്റ്റാഫും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉള്ളയിടത്ത് ഇങ്ങനെ ഒരു അഡീഷണൽ ജോലി ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും തയ്യാറാകുന്നില്ല. അപ്പം അവർക്കൊരു അഡീഷണൽ ബേർഡൻ ആയിട്ടാണ് കാണുന്നത്. പിന്നെ സ്റ്റാഫിന്റെ കുറവും ഈ രഹസ്യ സ്വഭാവം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് ചിലർക്ക് അത് രഹസ്യ സ്വഭാവത്തിന്റെ ഒരു ഇല്ലായ്മയായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഈ പൊതുജനങ്ങൾക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള അപേക്ഷകൾ കൂടുതൽ വരുന്നത് കുറയും. ഇപ്പോൾ ഒരു ഓഫീസ് ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കോപ്പി ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ആ ഓഫീസിൽ ഇറങ്ങുന്ന സർക്കുലറുകൾ, അതുപോലെ ഓഫീസിലെ പിന്നെ പുതിയ എന്തെങ്കിലും പോസ്റ്റിങ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ച് PSC-യിലൊക്കെ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ അതിന്റെ സൈറ്റിൽ
കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് അതിന്റെ എക്സാമിനേഷൻ്റെ റിസൾട്ടൊക്കെ യഥാസമയം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള അപേക്ഷകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പൊതുവെ ഒരു നല്ല ഒരു സംവിധാനമായിട്ടാണ് ഈ നിയമത്തെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ട്രാൻസ്പാരന്റും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഊട്ടി ഉറപ്പിക്കുന്നതുമായ ഒരു നിയമമായിട്ടാണ്. ഇതിന് ചില പോരായ്മകൾ ഉണ്ടെങ്കിലും ചില സ്ഥാപനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിയമം ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഓഫീസുകളുമായി ബന്ധപ്പെടുന്നതിനും അഴിമതിരഹിത സർവീസ് എന്ന ആശയത്തെ പരിപോഷിപ്പിക്കുന്നതും ആണ് എന്ന് നിസ്സംശയം പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ഹലോ, സാറേ കട്ടായി പോയോ? ഇടയ്ക്ക് പോയി. ഞാൻ നിർത്തിയായിരുന്നു. കംപ്ലീറ്റ് ആയോ? നിർത്തിയായിരുന്നു സാർ. സാറേ ഇത് ഇപ്പൊ ഈ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നില്ലാത്ത ഒരു കാരണം ഉണ്ടല്ലോ. പലപ്പോഴും പലത് ചോദിച്ചാലും വിവരാവകാശ പ്രകാരം ഇല്ല എന്നോ അല്ലെങ്കിൽ അത് ലഭ്യമല്ലെന്നൊക്കെ പറയുന്നതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ല സാറേ, നമ്മളിപ്പം നിലവിൽ ഇതിന് അപ്പീൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറാണ്. അവര് ഈ അദാലത്ത് പോലെ ഇപ്പം അത് പിന്നെ പലയിടത്തും സിറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതിപ്പോ അതിന്റെ ഡിസ്പോസല് കംപ്ലൈന്റ് ഇല്ലാതെ ചെയ്യുന്നുണ്ട്. അറിയില്ല സാർ. പത്രത്തിലൊക്കെ കാണുന്നില്ലേ പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ചോദിച്ചിട്ട് അത് അതിനെ കുറിച്ച് അറിയത്തില്ല, അതങ്ങനെ അറിയത്തില്ല, ഇങ്ങനെ അറിയത്തില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ വയനാട്ടിലെ ചെമ്പ്ര പീക്കിലെ കയറിയ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു വിവരാവകാശം ചോദിച്ചിട്ട് അങ്ങനെ ഒരു സാധനമില്ല, ഓഡിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇതിന് ഒരു നിയമപരമായ ഒരു സാധ്യത ഇല്ലേ? നിയമപരമായ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ കമ്മീഷണർ കഴിഞ്ഞ തൃപ്തികരം അല്ലെങ്കിൽ കോടതിയിൽ പോകാൻ ഹൈക്കോടതിക്ക് ഇതിന് ഇടപെടാൻ പറ്റും. അതുവരെ ആരും പോകാറില്ല എന്നാ തോന്നുന്നത്. അതാ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് വളരെ വളരെ കൃത്യമാണ് സാറേ. എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ PG എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് അവർ അയച്ചു തന്നില്ലായിരുന്നു. ഞാൻ പേയ്മെന്റ് അടച്ചിട്ടാണോ അടയ്ക്കാൻ ഓർക്കത്തില്ല. പക്ഷെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് PhD രജിസ്റ്റർ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ടൈം ആയപ്പം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ സമീപിക്കാൻ വേണ്ടി വിവരാവകാശ നിയമമാണ് കൊടുത്തത്. വിവരാവകാശ നിയമം കൊടുത്തപ്പോഴേക്കും വിത്തിൻ ഡേയ്സിൽ അവർ കൃത്യമായിട്ട് ഇത് തന്നു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്, അത് ഇഷ്യൂ ചെയ്തിട്ടില്ല, നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പറയും. എനിക്ക് പാഴ്സലായിട്ട് അയച്ചു. അപ്പൊ അത്ര എഫക്റ്റീവായിട്ട് ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഇത് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് പത്രത്തിൽ വരെ പരസ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വിവരാവകാശത്തെ കുറിച്ച് പെട്ടെന്ന് ഒരാൾ പറഞ്ഞത്. അതെ അതെ, ഈ വിവരം ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെടാത്ത പബ്ലിക്കിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പബ്ലിക്കിന് ഇതിനെ കുറിച്ച് ധാരണ കുറവാണ്. അത് നമ്മുടെ മീഡിയയിലൊന്നും ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല.
അല്ല, പത്രങ്ങളിലൂടെ ദിവസം പ്രതി വിവരാവകാശ നിയമം വഴി കിട്ടിയെന്നും ന്യൂസുകളിൽ നിന്നും 27,000 രൂപ മറ്റേ ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കമ്മീഷന്റെ ഉത്തരവുകളാണ് കാണുന്നത്. അത് എന്തിനു കൊടുത്തു, പിന്നെ അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് ഇവർക്ക്, എനിക്ക് തോന്നുന്നു കമ്മീഷന് അധികാരം ഉണ്ടായിരിക്കും, അത് മീഡിയ അത്രയും ഒരു സ്ട്രോങ് ആകുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ബാധകമായതുകൊണ്ട് അതിൻ്റെതായ ഒരു ട്രബിൾ ഉണ്ട് അവർക്ക്, അതുകൊണ്ടായിരിക്കാം. ഉണ്ട്. ഈ ഹോസ്റ്റലിലാണ് നമ്മുടെ, ഞാനും ഉൾപ്പെടെ പറയാണ്, നമ്മുടെ ഈ സ്ഥിരം ഒരാള് ഇങ്ങനെ പൊതുശല്യമായിട്ട് കാണും. ഇപ്പൊ സ്ഥിരമായിട്ട് ഒരാൾ അപേക്ഷ തരുന്നുണ്ടെങ്കിൽ അതൊരു പൊതുശല്യമായിട്ട് കാണുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. സാറേ, ഈ വിവരാവകാശത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് പർപ്പസിനാണ് എന്ന് നമ്മൾ കൊടുക്കണം നിർബന്ധമുണ്ടോ? നമ്മൾ വിവരാവകാശത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പിന്നെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. പിന്നെ ഈ സാധാരണ രീതിയിൽ വരുന്ന അത് കൂടുതൽ വിവരം ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്തൊക്കെ വിവരാവകാശത്തിന് മറുപടി കൊടുക്കാറ്. അതെ, നമുക്കിപ്പം അവിടെ ഓഫീസ് അവർ പറയും, അവിടെ പല ജോലികളും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമായിട്ടൊരു നമുക്ക് ഇതിങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റൂല എന്നൊക്കെ അവർ പറയും. അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാം, വിളിച്ച് സംസാരിക്കുക, അവിടുത്തെ ബുക്കുകൾ പരിശോധിക്കാനുള്ള സമയം തരാം. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇതിൽ. ഉണ്ടല്ലേ? വലിയ, അതായത് 20 വർഷം വരെ നമുക്ക് ഈ ഇതിന് ബാക്കിലോട്ട് ഉള്ള കാര്യങ്ങൾ അവർ തരണമെന്നുണ്ട്. പിന്നെ സാറേ, ഈ വിവരാവകാശം അനുസരിച്ച് നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ട് അതിന് മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മളല്ലേ പരാതി പോകണ്ടേ? നമുക്ക് കിട്ടിയില്ല. അപ്പൊ ആ വയലേഷനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണ്ടേ, ഈ കൊടുക്കുന്ന ആള്, ഇല്ലേ? അതെ. അത് തന്നെ ഒരു ഇതല്ലേ? സാധാരണ രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് അതിന്റെ പുറകെ പോകാൻ പലരും തയ്യാറാവുന്ന കാര്യങ്ങൾ കുറവാണ്. അറിയാം, ഈ ഒന്നാമത് ഈ ലോവർ ലെവലിലെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ കുറിച്ച് വലിയ ധാരണ ഉള്ളവരല്ല. അതാണ് ഇതിന്റെ, അതുകൊണ്ടാണ് ഈ ഹൈറാർക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിലും ഈ വിവരാവകാശം പറഞ്ഞനുസരിച്ച് ചുമ്മാ ഇങ്ങനെ ആൾക്കാരെ, ഉദ്യോഗസ്ഥന്മാരെ മറ്റേരും ഒക്കെ ഇങ്ങനെ ടാമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഹോബിയായിട്ട്, അത് നോയ്സൻസ് ആയിട്ട്. അപ്പൊ അദ്ദേഹത്തെ തന്നെ പേടി, ഇയാൾ എന്നാ പറയാൻ പോകുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ വിവരാവകാശം അനുസരിച്ച് കാര്യം ചോദിക്കുന്ന ആൾക്കാര് ഇതാണ്, മറ്റുള്ളവർക്ക് പേടിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ബിഹേവിയറുണ്ട് ചില ആൾക്കാർക്ക്. അതൊക്കെ പഠിച്ചവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിയമം നിലവിൽ വന്ന് 120 ദിവസത്തിനകം ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് അവർ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പല ഓഫീസിലും അത് ചെയ്യാറില്ല. അപ്പൊ ഇത് തന്നെയാണ് ഒരു ദിവസത്തിൽ അവർ ചോദിക്കുന്നത്. അതിന്റെ ഒരു അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ഈ വിവരാവകാശത്തെ കുറിച്ച് സാറ് വളരെ വിശദമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവര് ഇപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ വിവരാവകാശം അനുസരിച്ച് പ്രവർത്തിക്കാൻ. കാരണം വിവരാവകാശം അനുസരിച്ച് പരാതി കൊടുക്കുന്നവനെ ഒരു പ്രത്യേക ഹാബിറ്റ് ഉള്ളവനായിട്ട് മറ്റുള്ളവർ കാണുന്നു എന്നുള്ള ഒരു ഭാഗം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ ഇങ്ങനെ പരാതി കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലി ഒരു യൂസ്ലെസ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അതിന്റെ ഒരു മറ്റുള്ളവർ കാണുന്നത് ഇപ്പൊ. നമുക്ക് 100 കൂട്ടം പണികളുണ്ട്. ഈ അപേക്ഷ നിങ്ങൾ ഇങ്ങനെ സ്ഥിരം അയക്കുന്നത് അത് മനസ്സിലേക്ക് തോന്നാറുണ്ട്. അതെ അതെ. പിന്നെ അത് തന്നെയല്ല, അതനുസരിച്ച് നടപടികളൊന്നും സ്വീകരിക്കാനൊന്നും പോവില്ല. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. വീണ്ടും ശല്യം ചെയ്ത വിവരം കിട്ടിയില്ല മറ്റൊന്നൊക്കെ പറഞ്ഞിരിക്കുക. അല്ലാണ്ട് നിയമം വന്നതിന് ശേഷം 10-50 പേര് അസാസിനേഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു റിപ്പോർട്ട് വായിച്ചത്. ഇങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ വിവരാവകാശത്തിന് മറുപടി കൊടുക്കാണ്ട് ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടതായിട്ടൊന്നും അധികം കേട്ടിട്ടില്ല. അതുകൊണ്ട് അത് അതിന്റെ ഒരു ആതന്റിസിറ്റി എനിക്ക് ക്ലിയർ ആയിട്ടില്ല, അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നത്. അപ്പൊ ഞാന് പ്രോജക്റ്റുമായിട്ട് പോയി, ജലനിധി പ്രോജക്റ്റുമായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ കുറെ ഇങ്ങനെയുള്ള സംഗതികൾ കണ്ടിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ ചുമ്മാ ആവശ്യമില്ലാണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് എന്തിനാണെന്ന് അറിയാൻ മേല. നമ്മളെ ഈ ഇങ്ങനെ ചോദിക്കുമ്പോഴ് ഈ വിവരാവകാശത്തിനെ പേടിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ നേരെ ആക്കും എന്നൊരു ധാരണ പബ്ലിക്കിനുണ്ട്. അത് ഉള്ളൂ. പിന്നെ ഇനീഷ്യേറ്റീവ് ഒന്നുമില്ല. പിന്നെ ഒന്നാമത് ഈ വിവരാവകാശം, ഞാൻ NGOയുടെ ആളായിട്ടാ പോയത്. അപ്പൊ അന്നേരം
ഈ പഞ്ചായത്തിലേക്കാണല്ലോ ചോദിക്കുന്ന വിവരാവകാശം. അതെ. അപ്പൊ ആ വിവരാവകാശം പഞ്ചായത്ത് സെക്രട്ടറിയാണ് മറുപടി കൊടുക്കേണ്ടത്. അതിന് പുള്ളി ഡയറക്റ്റ് ചെയ്യും, അതിനൊരു മറുപടി കൊടുക്കാൻ പറഞ്ഞു ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടേ. പക്ഷേ ഈ വക കാര്യങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ ഇത് രഹസ്യമായിരിക്കണം, മറ്റാർക്കും പുറത്ത് റെക്കോർഡായിട്ട് കൊടുക്കാൻ മേല എന്ന് നമ്മളോട് പറയാറുണ്ട് ഈ NGO-യുടെ ഇതനുസരിച്ച് പ്രോജക്റ്റിന്റെ കാര്യങ്ങളിൽ. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപടി അങ്ങ് കോപ്പി ചെയ്ത് വിവരാവകാശമായിട്ട് മറുപടി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളോട് പേഴ്സണൽ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ അന്വേഷിക്കാൻ വരുന്ന ഒരു കാര്യങ്ങൾ വരുമായിരുന്നു. അതൊക്കെ ഒരു വളരെ പക്ഷെ സാറ് പറഞ്ഞതുപോലെ വിവരാവകാശത്തെ കുറിച്ച് വലിയ ധാരണയില്ല ജനങ്ങൾക്കൊന്നും അധികം. വർഷമായെങ്കിലും. അതെ. അപ്പൊ ഇത് അറിയാവുന്ന ആളെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നോയിസൻസ് ആയിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് വരുന്നത്. പൊതുവെ ഉദ്യോഗസ്ഥന്മാരായാലും അങ്ങനെയുള്ള ആൾക്കാർ വിവരാവകാശത്തിന്റെ ഇതായിട്ട് വരുന്നത്. പിന്നെ ജെന്യുവനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് തോന്നുന്നു. ചില സമയത്ത് ഇത് അത്യാവശ്യമാണ്. ശരിയാണ് സാർ. പക്ഷെ അതൊന്നും പണ്ടൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കൊരു ഇതുണ്ടായിരുന്നു, വിവരാവകാശത്തിന്റെ പേടിയുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് പൊതുവെ. അല്ല, എന്തോന്ന് പറയുന്നത്, കർട്ടേൽ ചെയ്തോണ്ടിരിക്കുക, അതിന്റെ ചിറകുകൾ അരിഞ്ഞോണ്ടിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത്. എനിവേ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. ഈ ഒരു വിവരാവകാശത്തിന്റെ പരാതി കൊടുക്കാനുള്ള ചട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ വളരെ ഉപകരിക്കുന്നതായിരുന്നു സാറിന്റെ ക്ലാസ്. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് അതിന് ധൈര്യമില്ല കൊടുക്കാൻ. അതൊരു ഇതാണ്. പിന്നെ ഈ വിവരാവകാശമായിട്ട് മറുപടി കൊടുക്കുന്ന ആളെ പോയി സമീപിച്ച് അവരെ കൊണ്ടൊക്കെ കൊടുപ്പിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് നേരിട്ട് ഇതല്ല. സാറിനെ പോലെ ഇതുപോലെ ഇങ്ങനെ വിശദീകരിച്ച് ഉള്ള ക്ലാസ്സുകൾ കിട്ടിയാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പബ്ലിക്കിന്. അതിന് വിവരാവകാശത്തെ കുറിച്ച് ഇങ്ങനെ ബോധവൽക്കരിക്കാനോ ഷെയർ ചെയ്യുന്നതിനോ ഉള്ള പ്രൊവിഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ സാറ് പറയുന്ന കാര്യങ്ങൾ പോലെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് വിവരാവകാശത്തെ കുറിച്ച് ഒരു വിവരം കൊടുക്കണ്ടേ? ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഇതിനെ കുറിച്ച് ബോധവൽക്കരണത്തിന് പ്രൊവിഷൻ ഉണ്ട്. ഇതിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആരും ചെയ്തിട്ടില്ല, ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട് വിവരാവകാശത്തിന്. സാറിന്റെ ഇത് വളരെ യൂസ്ഫുൾ ആണ്, വളരെ ഇതായിട്ട് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വിവരാവകാശ നിയമങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഡീറ്റെയിൽസോ എന്താണെന്ന് പറയൂ. ജോർജ് സാർ. താങ്ക് യു സാർ. സാർ കണ്ടിട്ട്. അതെ. സുനിൽ സാറെ, ഒത്തിരി സന്തോഷം. ഒത്തിരി വിവരങ്ങൾ സാറ് പറഞ്ഞു വിവരാവകാശത്തെ കുറിച്ച്. സാർ, ഈ ഓൺലൈൻ ഫീസ് എങ്ങനെ അടയ്ക്കാൻ പറ്റുക? ഓൺലൈനില് നമുക്ക് ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും സാറേ, ഓൺലൈനില്. അല്ല, അതിന് നമുക്കിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണെങ്കിൽ അവരുടെ നമ്പറൊക്കെ എങ്ങനെ കിട്ടും? ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓ ഇൻഫർമേഷൻ കമ്മീഷണറുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസിൽ നമ്മൾ പോയാൽ മതി. അതുപോലെ ഇവിടെ ഒരു പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അത് ലൈവ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ അതിന്റെ ഇത് കണ്ടായിരുന്നു, സ്റ്റേറ്റിന്റെ. എന്തായാലും സാറേ, ഒത്തിരി ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് കിട്ടിയത്. പ്രത്യേകിച്ച് ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് വരുള്ളൂ. പൊതുവെ പൊതുജനം വൈമുഖ്യം കാണിക്കും. ഒരു സർക്കാർ ഓഫീസിൽ ഒരു കാര്യത്തിന് ബന്ധപ്പെടാൻ ഞാൻ എന്തിനാ അപ്രീതി സമ്പാദിക്കണേ ഈ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ആ ഓഫീസിലുള്ളവരുടെ. അവരൊക്കെ നമ്മളെങ്ങനെയെങ്കിലും ഉപദ്രവിച്ചാലോ? പലപ്പോഴും ഈ ശല്യക്കാരനായ വ്യവഹാരി ആകാതിരിക്കാൻ വേണ്ടി ഒന്നിലധികം പ്രശ്നങ്ങളിൽ നമ്മൾ തന്നെ നേരിട്ട് പോകണ്ടെന്ന് കരുതി കൂടെ ആരെങ്കിലും ഒന്ന് വിളിച്ചാ ഇല്ല. എന്നോട് ആ കാര്യം പറയുന്നു. എന്തു പാടാണ്. അവസാനം നാട്ടിൽ നമ്മൾ മാത്രം എന്തിനിങ്ങനെ നടക്കണം? അത് ഒരു വലിയ വിഷയമാണ്. അങ്ങനെ ഉള്ള ഒത്തിരി അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിർവാഹമില്ലാതെ ചില നേരത്ത് പിന്തിരിയും. കാരണം വെച്ചാൽ അത് ശരിയാണല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുത്തൻ ഇങ്ങനെ നിരന്തരം വരുമ്പോൾ അതിനകത്ത് ദുരുദ്ദേശം ഉണ്ടെന്ന് വരും. പക്ഷെ ന്യായമായ കാര്യങ്ങൾ. എൻ്റെ ഈ പ്രദേശത്ത് ബ്ലോക്ക് ഓഫീസിൽ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഭയങ്കര ധിക്കാരിയാ.
അയാളുടെ മുമ്പിൽ വല്ല പഴയ കാലത്തെ പോലീസ് ഓഫീസർമാരുടെ കൂട്ടാണ്. ആര് മുമ്പ് വന്ന് ചെന്ന് നിന്ന് സംസാരിക്കാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേ ഞങ്ങളുടെ ഇവിടെ ഒരു പണി നടക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചെന്നപ്പോൾ ഇതേപോലെ അയാളെ പരിഹസിച്ചു വിട്ടു. ഒരു റിട്ടേൺ ആപ്ലിക്കേഷനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ പോലും അവിടുത്തെ സ്റ്റാഫ് തയ്യാറല്ല. അന്ന് അയാളോടെ ഉണ്ടായില്ല, വിവരാവകാശം വെച്ചിട്ടാണ്. ഉടനെ ഞാൻ ഡെപ്യൂട്ടി കളക്ടറേറ്റിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. അയാൾ പറഞ്ഞു, പുള്ളിയെ പേടിക്കാത്ത ഉദ്യോഗസ്ഥന്മാരില്ല, അയാൾ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അയാളുടെ, കൊല്ലംകാരനാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അയാളുടെ അനുഭവങ്ങളൊക്കെ. എന്തായാലും എൻ്റെ അപേക്ഷ സ്വീകരിച്ചു. വിത്തിൻ ഡേയ്സ് അവിടെ പൊതുവിവര 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ചെല്ലുന്നവരുടെ ഒരു മാന്യത പുലർത്തണം, പൊതുവിവരാവകാശ ഓഫീസർ ആരാണെന്ന് എഴുതി വെക്കണം, അപ്പീൽ അതോറിറ്റി ബോർഡൊന്നും അവിടെ ഇല്ല, അതൊക്കെ നിയമത്തിന് എതിരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ഡിസിപ്ലിൻഡായി. അയാളെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി. അയാളുടെ താല്പര്യപ്രകാരം പോയതാണോന്ന് അറിയില്ല. എന്തായാലും 1 മാസത്തിനകം തന്നെ നടപടികളെല്ലാം ഭംഗിയായി. അത് വളരെ ഭംഗിയായിട്ടാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സെക്രട്ടറി ഇതുപോലെ, അത് രാഷ്ട്രീയ സ്വാധീനമാണ്, അടുത്ത പ്രദേശത്തൊന്നും റോഡില്ല, ഒരു റിമോട്ട് ഏരിയക്കുള്ള കുറച്ച് റോഡ് ടാർ ചെയ്യണം. അത് ലിങ്ക് ചെയ്യുന്ന റോഡുകൾ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല. അതിനോട് ലിങ്ക് ചെയ്യുന്ന ഒരു വഴി മുഴുവൻ കുളമായി കിടക്കുക, അത് റിപ്പയർ പോലും ചെയ്യാതെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ ഇതേപോലെ പഞ്ചായത്തിൽ എഴുതി ഈ വർഷത്തെ ഇവിടുത്തെ പദ്ധതികൾ, ഒരു വലിയ അവരുടെ മുഴുവൻ പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് അയാൾ അയച്ചു തന്നു. അയാൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, ഞാനിനി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു എന്നോട് ചോദിക്കാൻ ഇട വന്നു. അല്ല, ഇത് ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങളുണ്ട്. സാറ് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഓർക്കാൻ ഇട വന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനെ മുന്നിട്ടിറങ്ങാൻ അധികം പേരില്ല. പേടിയാ ആളുകൾ. നമ്മുടെ ഉൾഭയം മാറിയിട്ടില്ല. ഇപ്പോഴും വെള്ളക്കാരൻ ആണ് സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും നമ്മൾ അടിയാന്മാരായ പാവപ്പെട്ട പഴയ ഇന്ത്യക്കാരനാണെന്നാണ് തോന്നൽ. കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റെഡ് ആപ്പീസ് ഒക്കെ വരുന്നത്. എന്തായാലും ഒത്തിരി നന്ദി സാറേ, പ്രത്യേകം അഭിനന്ദനവും അറിയിക്കുക. താങ്ക് യു. സാറേ കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? പുള്ളി പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. വിവരാവകാശ നിയമത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സുനിൽകുമാർ സാറിനെ സമീപിക്കാം. ഇതിനു മുമ്പ് നമ്മളൊരു 2 ദിവസത്തെ ക്ലാസ് വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അത് കാണുകയും ചെയ്തിരുന്നു. ഒത്തിരി കമന്റ്സും അതിൻ്റെ അകത്ത് വന്നിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി വിവരാവകാശ നിയമത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ ഒരു അവസരം ലഭിച്ചതിന് സുനിൽകുമാർ സാറിന് നന്ദി പറയുന്നു. താങ്ക് യു സാർ വൺസ് അഗെയിൻ. നമ്മുടെ യൂത്രിയയുടെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം കേട്ടോ. യൂത്രിയയുടെ 3ാമത്തെ പ്രോഗ്രാമാണത്. എല്ലാവരും യൂത്രിയെ കോട്ടയം അംഗങ്ങളാകുക. ഞങ്ങൾ ഒരു വൻ പ്രോഗ്രാം നടത്താൻ പോവുകയാണ് അടുത്ത ആഴ്ച. സുനിൽകുമാർ സാർ ഒന്ന് പറഞ്ഞേ. നമ്മള് പിന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ യൂത്രിയെ കോട്ടയം സെൻട്രൽ യൂണിറ്റിന്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. അത് ഹോളി ക്രോസ് സ്കൂളിലെ ഒരു 50ഓളം വിദ്യാർത്ഥികളെ നമ്മൾ MG യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോവുക. അവിടെ 6ഓളം ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അവരെ വിസിറ്റ് ചെയ്യിക്കുക. സമയമുണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കാണിക്കും. എന്നിട്ട് അത് കൂടാതെ ഒരു ക്ലാസ് റൂം സെഷൻസും 3-4 ദിവസത്തെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ വിപുലമായ പരിപാടിയാണ് നടത്താൻ പോകുന്നത്. VC ആണ് നമ്മുടെ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി തലത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് കളക്ടറുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടയം യൂത്രിയയുടെ ഒരു ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമായിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു ചുവടുവയ്പ്പായിട്ടാണ്. ആദ്യമത്തെ ഒരു കാൽവയ്പ്പ് നല്ല ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവട്ടെ എന്ന്
നമ്മുടെ യൂത്ത് ത്രീ കോട്ടയം നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്നും ആശംസിക്കുന്നു. നല്ലൊരു കാൽവയ്പ്, നല്ലൊരു മുന്നേറ്റം. നന്നായിരിക്കട്ടെ സർ. ഓൾ ദി ബെസ്റ്റ്. Okay, sir. So thank you. Thank you very much. Thank you once again. Bye. See you. ബാബു സാറ് പോയായിരിക്കും അല്ലേ? സാർ ഓഫ് ചെയ്താണല്ലോ സാധാരണ പോകുക പതിവ്. കണക്ക് ക്ലാസിന്റെ സമാപനമല്ലേ ഇന്ന്, അതിന്റെ തിരക്കിലായിരിക്കും സാറ്. സാബു സാറും മ്യൂട്ടഡാ. എന്തോ സാറ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക്. അതെ 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 അതെ. അപ്പൊ നമുക്ക് ഇറങ്ങി തീർക്കാം അല്ലേ? ഓക്കെ സർ. യെസ്. ഓക്കെ, ഗുഡ് നൈറ്റ്.